കയറ്റം ഹെയർ പിൻസും എല്ലാം ഉണ്ട്. പിന്നെ കുറച്ചും കൂടി ചെല്ലുമ്പോൾ ഈ ടാർമാക്കൊക്കെ ഫിനിഷായിട്ട് നമ്മുടെ എന്താ പറയുക മഡല്ല ഗ്രാവൽ റോഡിലേക്ക് വരും. അപ്പോൾ അതൊക്കെ നല്ല രസമായിരിക്കും. കണ്ടത് ഇതിൻ്റെ ഫ്രണ്ട് കണ്ടത്. അയ്യോ, ആളുകൾ ഓൾറെഡി ഇവിടെ പല സ്ഥലത്തും വന്നിങ്ങനെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഡ്രൈവ് ചെയ്യണതിൻ്റെ അപ്പർ സൈഡ് അങ്ങനെയുള്ളത്. പിന്നെ ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് അഡ്വഞ്ചർ തുടങ്ങുകയാണ്. അങ്ങോട്ട് ഓഫ് റോഡിൻ്റെ ഈ ഒരു ടെറയും കണ്ടോ, കയറാൻ പോണത് കണ്ടോ. ഈ ഒരു ആംഗിളിലാണ് ഇതിരിക്കുന്നത്. ഇപ്പം ഞാൻ ശരിക്കും എൻ്റെ ക്യാമറ സ്ട്രൈറ്റ് ആയിട്ട് പിടിച്ചത് ഇങ്ങനെ കയറണം മുകളിലായിട്ട്. അത് അങ്ങ് പോവാണ്. എൻ്റെ പൊന്ന് കൈസ്, നടന്നു പോലും കയറാൻ പറ്റുന്നില്ല. അത് കണ്ട ഇങ്ങനെയുള്ളൊരു ഇതാണ്. ഇതിൻ്റെ മുകളിൽ എന്താ കണ്ടീഷൻ എന്ന് നോക്കട്ടെ, എന്നിട്ട് വേണം നമുക്ക് വണ്ടി കയറ്റാൻ. ഓയ്യോ, ഇത് ശരിക്കും ഇങ്ങനെ ട്രാക്ക് വെട്ടിയിട്ടേക്കണ കേട്ടാ. ശടാ, ചുറ്റുമുള്ള വ്യൂ നോക്കി, നമ്മളെ വണ്ടി എവിടെ കിടക്കണേന്ന് നോക്കി. ഈ സൈഡൊക്കെ കണ്ടോ. ഓ, ഈ സൈഡൊക്കെ കയറണമെങ്കിൽ നല്ല പാടാ. എവിടെ നിന്നൊക്കെയാണ് പിടപ്പ് എന്നുള്ളത് ഇപ്പം മനസ്സിലാക്കാൻ. ഞാൻ ഈ വണ്ടിയുടെ ഈ ഡോറിൻ്റെ പോക്കറ്റ്സിലൊക്കെ ഒത്തിരി സാധനങ്ങൾ ഇട്ടുണ്ടാവും. ജസ്റ്റ് വല്ലപ്പോഴും ആവശ്യം വരുന്ന ഓർത്തിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടൂൾസും, പഴയ വണ്ടിയല്ലേ, അപ്പോൾ അത് കാരണം അങ്ങനെ കുറച്ച് ടൂൾസും, പിന്നെ ഈ പറഞ്ഞ കാര്യം മുകളിലോട്ട് കയറാനുള്ള സ്റ്റെപ്പ്, ചെറിയൊരു സ്റ്റെപ്പിൻ്റെ ഇത്, പിന്നെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ, എന്തെങ്കിലും കുഞ്ഞു ലൈറ്റുകൾ, അങ്ങനെയൊക്കെ എന്തെങ്കിലും എമർജൻസിയൊക്കെ ഒന്ന് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള റോഡിലേക്ക് കയറുമ്പോൾ നിങ്ങളത് പെടക്കനാണ്, കടകടകടകടയെന്ന് പറഞ്ഞ് പെടക്കണം. അപ്പം മാക്സിമം ഇങ്ങനത്തെ വഴിയിലൂടെ വരുമ്പോൾ നമ്മൾ മാക്സിമം ഈ ഡോർ പോക്കറ്റ്സിലുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കി മാക്സിമം നമ്മൾ ബൈ എക്സ്പീരിയൻസിലല്ല നമ്മൾ ലേൺ ചെയ്യണം. അപ്പം നമ്മൾ അങ്ങനെ എല്ലാം ഒഴിവാക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് പറഞ്ഞാൽ
അതിൻ്റെ പവർ നമുക്ക് എൻ്റെ പൊന്നോ. പിന്നെ ഞാൻ പോകുന്നൊരു വഴി കാണിച്ചു തരട്ടാ. അല്ല എങ്ങനെ നോക്കുമ്പോൾ വലിയ മാറ്റമൊന്നുമില്ല, ചുമ്മാ ഇതാണ് ടാർമാക്കാണ്. നല്ല ഗ്രാമമാണ്. ഇവിടെ ചെറിയൊരു കുന്നണക്കുള്ള സ്ഥലമുണ്ട്, നമുക്ക് അങ്ങോട്ടൊന്ന് കയറിയേക്കാം. ജസ്റ്റ് 2 വീൽ ഡ്രൈവിൽ നമുക്ക് അങ്ങോട്ട് കയറി നോക്കാം. മോനെ 2 വീൽ ഡ്രൈവ് തന്നെ ഇനഫാണ് അതിന്. ഇതാ സ്റ്റക്കായൊന്നും ഇല്ല. അത് കയറാനായിട്ട് നമുക്ക് 4 വീൽ ഡ്രൈവിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. വണ്ടികൾ പോയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ രസണ്ട, എന്തൊക്കെയോ സംഭവങ്ങളാണ്. എൻ്റെ പൊന്നു, കൊള്ളാം 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 കൊള്ളാം. നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലത്ത് വരുമ്പോൾ കേട്ടോ നമുക്ക് ഇങ്ങനെ പഠിക്കാൻ പറ്റുള്ളൂ ഓഫ് റോഡൊക്കെ. ലൊക്കേഷൻ ഏരിയാസും ഇതൊക്കെ പൈൻ ഫോറസ്റ്റ് പിക്നിക് ഏരിയ പോയി.
ഫാനില്ല. പക്ഷെ ടെൻ്റൊക്കെ വെച്ചിട്ട് ആളുകൾ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. എന്തോ അടിപൊളി. നമുക്കിവിടെ എവിടെയെങ്കിലും കയറ്റി വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് പൈൻ ഫോറസ്റ്റ് പിക്നിക് ഏരിയ എന്ന് പറയുന്നത്. വറ്റക്കൻ ഫോറസ്റ്റിലേക്ക് കയറിയിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ്സ് ഡ്രൈവ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഈ ഒരു സ്പോട്ട് കിട്ടും. ഇതിവിടെ ക്യാമ്പ് ഫയറിനുള്ള സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ നൈറ്റ് ഇവിടെ ഫയറൊക്കെ ഇട്ട് നമുക്കിവിടെ സ്റ്റേ ചെയ്യണതിന് കുഴപ്പമില്ല. ഇവിടെ ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് അധികാരം ഇപ്പോൾ കാണുന്നില്ല, പക്ഷേ ഒരു ടെൻറ്റ് കാണുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ആളുണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെ കണ്ടോ, അതായത് ഇങ്ങനെ ക്വയറ്റായിട്ട് നൈറ്റൊക്കെ വന്ന് ഇങ്ങനെ റിലാക്സ് ചെയ്ത് കിടക്കാനായിട്ട് ക്യാമ്പിംഗ് സ്പോട്ട് എന്നൊക്കെ പറഞ്ഞ ഇതാണ്. എന്താ വൈബ് നോക്കി, വമ്പം മരങ്ങളും ഇതൊക്കെ ആയിട്ട് ചുറ്റും കാടാട്ടോ. നൈറ്റ് നല്ല രസമായിരിക്കും.